അന്ന് പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. പ്രേമിച്ച് കല്യാണം കഴിക്കാനാണെങ്കിൽ എന്റെ നാട്ടിൽ കുറെ നല്ല പെൺകുട്ടികളുണ്ട്. എന്റെ നാട്ടിലും കുറെ നല്ല ചെക്കന്മാർ. പിന്നെ ഇത് കെട്ടഞ്ഞി ടക്കുണ്ടല്ലോ ഇവളങ്ങനെ സ്വഭാവം കാണുമ്പോ അതൊക്കെ തിരിച്ചും തോന്നാറുണ്ട് കേട്ടോ. റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കന്നെ സംഭവം. എനിക്കൊരു 3 തേപ്പ് കിട്ടിയെങ്കിലും 3 ഉള്ളൂ. ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവൂല. ആയിഷ അലിയ ഇവളെ സിസ്റ്റർ ആണോ? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവള് 4ാം ക്ലാസ്സിലൊക്കെ. ബേബി പ്ലാൻ. ഇവൾക്ക് ട്വിൻസ് വേണമെന്ന് പറഞ്ഞ അതിനിപ്പോ ഞാനിപ്പോ എന്ത് ദിക്കറ ചെല്ലാന്നൊന്നും അറിയില്ല. പ്രഗ്നന്റ് ആണോ? ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോ ഇത്ര സ്ഥലല്ലേ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ 12 രാത്രി 12:30 അപ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ആൻസർ തരാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കണം. അപ്പോൾ അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പിന്നെ പൊതുവേ നമുക്ക് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ തീർക്കും. അതെ, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാട്ടോ. എല്ലാവർക്കും അത് അറിയണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഉമ്മാനെയും ഇവളെയും കമ്പയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ മാത്രം അത്രക്കൊന്നുമില്ല. ഇവിടെ ഉമ്മാനെ വെച്ച് കമ്പയർ ചെയ്യാൻ മാത്രമുള്ള ആളൊന്നുമല്ല. സത്യമല്ലേ വിചാര? അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വന്നിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ടതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലേ പറയാം, എന്റെ ഉമ്മയായിരുന്നു എനിക്ക് ചെയ്ത് തന്നേനെ, അത് ഞാൻ പറയും. അങ്ങനെ പറയാം. അല്ലാണ്ട് വേറെ കമ്പയർ ഒന്നുമില്ല. അത് ഞാൻ ഇവള് ഇവിടെ വന്നിട്ട് എനിക്ക് എങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പൂതിണ്ടെന്ന് പറയുമ്പോ ഇവള് പറയും പൂതിണ്ടെന്ന് നിന്നോട് നിങ്ങൾ ഇതുവരെ പറഞ്ഞിക്കണ? ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ പൂതിണ്ടെന്ന് ഒന്നും. അപ്പൊ അങ്ങനെയൊക്കെ എന്തേലും പറയുമ്പോഴാണ് ഞാൻ പറയാം എന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കി തന്നേനെ അങ്ങനെയൊക്കെ പറയാനുള്ള കമ്പയറിങ്. ഞാനൊരു ഉമ്മക്കുട്ടിയാണ്, അതായത് ഉമ്മാന്റെ പെറ്റ് എന്ന് പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങൾക്കും ഉമ്മ 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 അങ്ങനെ ആശ്രയിക്കും. ഞാൻ ഉപ്പാനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉമ്മാനായിട്ടാണ്. ഒട്ടുമിക്ക എല്ലാ ബോയ്സും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. ഉമ്മാൻ്റെ ഞാൻ നന്നായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പോഴും, അൽഹംദുലില്ലാ. ഇവള് വന്നതിന് ശേഷം ഇപ്പോൾ ഉമ്മയും ഇവളാണ് കട്ട കമ്പനി. നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഉമ്മക്ക് ഇവളായ ജീവനാണ്. ഇവള് വീട്ടിലേക്ക് പോവാണെങ്കിൽ ഇവളിപ്പോൾ ഇവളെ എന്റെ സ്വന്തം വീട്ടിലേക്ക് പോവാണെങ്കിലും കരയും. ഇവളെ വീട്ടിലേക്ക് ചിലപ്പോൾ 3-4 ദിവസത്തിന് നിൽക്കാൻ പോവായിരിക്കും ഇവളെ വീട്ടിലേക്ക്. ഉമ്മ കരയും. ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കരയുക. അപ്പം ഞാൻ ചോദിക്കുക എന്താ ഇങ്ങക്ക് ചോദിക്കണേ. ഞാൻ ഉമ്മാനോട് ഇങ്ങനെ ചോദിക്കുക. ഒന്നാമത് ഇവിടെ 3 ആൺകുട്ടികളല്ലേ ഉള്ളു, പെൺകുട്ടികളില്ല. ഉമ്മാക്ക് ഞാൻ വന്നപ്പോ ഭയങ്കര ഒരു പെൺകുട്ടി. അപ്പൊ ഉമ്മ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ഞാൻ അമ്മത്ത് ചോദിക്കും ഉമ്മ ഏത് ഡ്രസ്സാണ് ഇടുക, അപ്പൊ ഉമ്മ പറയാം ആ ഇട്ടോ. അത് ആ പരിപാടിക്ക് ആ നല്ല മാച്ചുള്ള ഡ്രസ്സ് ഇരിക്കും, കറക്റ്റ് സെലക്ട് ഒക്കെ ചെയ്യുമോ. പക്ഷെ ഉമ്മാൻ്റെ ഡ്രസ്സെല്ലാം ഇപ്പാണ് കൊണ്ടുവരുന്നത്. ഇമ്മാക്കൊക്കെ ഇപ്പൊ കൊണ്ടുവരുന്ന എന്തോ അതാണ് ഉമ്മാക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഉമ്മയും ഇവളെയും നന്നായിട്ട് അൽഹംദുലില്ലാ നല്ല കമ്പനിയാണ്. ഒരു ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. എല്ലാ കാര്യങ്ങളും പറയൂ. നമ്മളെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്താ പറയാ അതുപോലെ പറയും. ഒരു ദിവസം അങ്ങനെ എല്ലതും പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും ഒന്ന് പറയാണ്ടായി ഉമ്മ പറയും ഈ എല്ലതും എൻ്റെ അടുത്ത് പറയലുണ്ടല്ലോ, പിന്നെന്താ പറയാത്തേ, ഈ പറയും എന്നോട് പറയേ. അപ്പോൾ അതൊക്കെ അൽഹംദുലില്ലാ. അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, കുറേ ഫണ്ണി ക്വസ്റ്റ്യൻസും പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, കോമൺ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 Q&A നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ
കോമൺ ആയിട്ട് വന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ലവ് മാരേജ് ആണോ? അന്ന് പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ, പ്രേമിച്ച് കല്യാണം കഴിക്കാനാണെങ്കിൽ എൻ്റെ നാട്ടിൽ കുറേ നല്ല പെൺകുട്ടികളുടെ, എന്റെ നാട്ടിലും കൊറേ നല്ല ചെക്കന്മാർ. പിന്നെ ഇത് കെട്ടഞ്ഞ് അതിനടുത്ത സമയം കിട്ടിയില്ല, വീട്ടുകാർ അതിന് മുന്നേ പിടിച്ച് നിക്കായിപ്പിച്ച്, തെരഞ്ഞു വന്നപ്പോഴത്തേക്ക് നിക്കായിച്ചു. അപ്പോൾ ഞങ്ങളത് എല്ലാവരും ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഡെയിലി, ഞാൻ വെറുതെ പറയാലോ വല്ലായി, ഡെയിലി ഞങ്ങൾക്ക് വരുന്ന എന്താണ് മെസ്സേജ് എന്റെ DM ൽ തന്നെ ഉണ്ടാവും ഒരു 10 എണ്ണം. ഡെയിലി വരും, ലവ് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ, ലവ് മാരേജ് ആണോ. അതല്ലെന്ന് രസം, എനിക്കിങ്ങനെ ഓരോ കുട്ടികൾ മെസ്സേജ് അയക്കൂട്ടോ. സംഭവം എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട്, താത്ത നിങ്ങളെ ലവ് മാരേജ് അല്ലേ, നിങ്ങൾ ഇത്ര ലോങ്ങിലേക്ക് എങ്ങനെ കല്യാണം കഴിച്ചേ, എനിക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, ഇത്ര ലോങ്ങിലാണ്, നിങ്ങളൊന്ന് പറഞ്ഞു ഒരു ഇത്ര ലോങ്ങിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർപ്പ് വന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് നീങ്ങാൻ എങ്ങനെയാണെന്നൊക്കെ. ഇവരെ വിചാരം എന്താണെന്ന് പറയാം, നമ്മൾ ഈ വീഡിയോസും നമ്മൾ ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ വിചാരിച്ചത്. സാധാരണ ഒരു ഭാര്യയും ഉണ്ടല്ലോ ഇവളങ്ങനെ സ്വഭാവം കാണുമ്പോ അതൊക്കെ തിരിച്ചും തോന്നാറുണ്ട് കേട്ടോ. സാധാരണ ഒരു ഭാര്യയും ഭർത്താവ് എങ്ങനെയാണ് അങ്ങനെയാണ്, നല്ല തല്ലുകൂടാറുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാറുണ്ട്, സംസാരിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു തീരുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. വെച്ച് വലിയ പ്രശ്നങ്ങളാക്കണ. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാ സ്റ്റോറീസിൽ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതണ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു മനുഷ്യരുണ്ടാവണ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾ പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ പറയലുണ്ട്, നമ്മൾ എല്ലാവരും അവരെ ഹാപ്പി ഫേസ് മാത്രമേ പുറത്ത് കാണിക്കുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്റർടൈനിങ് കണ്ടന്റ്സ് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. പ്രശ്നങ്ങളും ടെൻഷനും വിഷമങ്ങളും അതും നിങ്ങളെയും കൂടി കാണിച്ചിട്ട് നിങ്ങളെയും കൂടി തളർത്താനുള്ളത്. അപ്പൊ സാധാരണ ഒരു കപ്പിൾസ് എങ്ങനെയാണോ അങ്ങനെയാണ് ഞങ്ങൾ തല്ലുകൂടാറുണ്ട്. ഞങ്ങളെ ബെസ്റ്റ് പാട്ടാണ് ഞങ്ങളെല്ലാരും നിങ്ങളെ കാണിക്കുന്നത്, ഞങ്ങളെ മൊമെന്റ്സ് അതേപോലെ. എന്നാലും നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മള് വീഡിയോസിലും തല്ലുകൂടല്ലേ. ഈ റൊമാൻറ്റിക് അല്ലല്ലോ. അപ്പൊ നിങ്ങൾ റൊമാൻറ്റിക്കാ? എങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കന്നെ, റൊമാൻറ്റിക്. അപ്പോൾ അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പോൾ ലവ് മാരേജ് ആണ് നോക്കുന്നത്. ഞങ്ങളെ വീഡിയോസ് തുടക്കം മുതൽ ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ പക്ക, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വെൽ 100%, 101% അറേഞ്ച് മാരേജ് ആണ് ഞങ്ങളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എനിക്കൊരു 3 തേപ്പ് കിട്ടിയെങ്കിലും 3 ഉള്ളൂ. അതായത് ഗവൺമെന്റ് പത്രത്തിൽ 3 ഉള്ളൂ. അപ്പോൾ സംഭവം എനിക്ക് 3 തേപ്പൊക്കെ കിട്ടിയെങ്കിലും ബട്ട് ഐ പ്രിഫർ, അങ്ങനെ 3 തേപ്പ് കിട്ടിയെങ്കിലും ബട്ട് ഐ പ്രിഫർ അറേഞ്ച് മാരേജ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയും ഉമ്മയും ലവ് മാരേജാണ്. അങ്ങനെ എൻ്റെ വല്യുപ്പാക്ക് 9 മക്കളുണ്ട്. 9 മക്കളിൽ 6 മക്കളും പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. ഞാൻ പഠിക്കണ സമയത്ത്, ഞാൻ എൻജിനീയറിങ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പയമ്മയൊക്കെ പറയായിരുന്നു, മോനെ ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചോ, പക്ഷേ അതൊരു ജോലി കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പെൺകുട്ടിയെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പോൾ എൻ്റെ വീട്ടിൽ പ്രേമിക്കണതിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ഈവൻ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് തേപ്പൊക്കെ കിട്ടി മൂഞ്ചിരിക്കുന്ന സമയത്തും എൻ്റെ വല്യമ്മ ചോദിക്കുമായിരുന്നു, അല്ല ഈ ഇത്രയും കാലം പഠിച്ചിട്ട് ആകെ 3 പെൺകുട്ടികളെ കണ്ട് വേറെ പെൺകുട്ടികളൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അതായത് വല്യമ്മൊക്കെ വെറുതെ എന്നോട് പറയാം, എടാ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് നടത്താം, ഞാൻ നിങ്ങൾ പോയിക്കോളി അവിടെ നിന്ന് തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയാൻ വന്നത്, നമ്മൾ അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് സംസാരിച്ചേ. അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ച് അപ്പോൾ എൻ്റെ അറേഞ്ച്ഡ് മാരേജ് ആണ് പ്രിഫർ ചെയ്യാത്ര. ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യണത് അറേഞ്ച് മാരേജ്. അത് ഭയങ്കര ഒരു ഫീലാണ് അറേഞ്ച് മാരേജിൽ തന്നെ. അതായത് നമുക്ക് മുന്നൊരു പരിചയമില്ല,
മുന്നേ ഇയാളെ പറ്റി ഒന്നും അറിയൂല, അയാൾ എങ്ങനത്തെ ആളാന്നും അറിയില്ല. പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും വർക്കൗട്ട് വർക്കൗട്ട് ആവണമെന്നില്ല. ഞാൻ ചിലവലത് ശരിയാവും, ചിലവലത് ശരിയാവൂല. എൻ്റെ ശരിയായി ഗൈസ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, പ്രത്യേക ഫീലാണ്. അതായത് നമുക്ക് അറിയാത്ത ഒരാൾ നമ്മൾ എങ്ങനെ, ഞാൻ ആദ്യമൊക്കെ പറയണ്ടായിരുന്നു ലവ് മാരേജാണ് നല്ലതെന്നൊക്കെ. കാരണം ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ലവ് മാരേജ് ആയിട്ട് കല്യാണം കഴിക്കുമ്പോൾ നമുക്കറിയാം അവരെങ്ങനെ പേരും, ഒരു സൈഡ് നോക്കിയാൽ ലവ് മാരേജ് നല്ലതാണ്. എനിക്ക് ലവ് മാരേജ് ഇഷ്ടമായിരുന്നു കേട്ടോ. ലവ് മാരേജ് ഇഷ്ടമായിരുന്നു. ഞാൻ എല്ലായിടത്തും പറയും പ്രേമിച്ച് കല്യാണം കഴിച്ചോ എന്നൊക്കെ പറയലുണ്ട്. ലവ് മാരേജ് ഇഷ്ടം അങ്ങനെയല്ലോ. ലൈക്ക് നമ്മൾ ഒരാളെ അറിഞ്ഞിട്ട് കല്യാണം കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താണ് പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ആൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ ആൾ ഏത് സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യും, അയാൾ എങ്ങനെ പെരുമാറും, അയാളെ എല്ലാ കുറവുകളും കുറ്റങ്ങളും എല്ലാം നമുക്കറിയാം. അങ്ങനെ കല്യാണം കഴിക്കണതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നല്ലതും. പക്ഷേ അറേഞ്ച് മാരേജിന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അറേഞ്ച് മാരേജ് വേണ്ട എന്ന്. കാരണം അറേഞ്ച് മാരേജ് അങ്ങനെ അറിയാത്ത ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ലൈഫ് കൊളായി പോകുമെന്ന് പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അറേഞ്ച് മാരേജ് അറിയാത്ത ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തൊരു പ്രശ്നമാവുമോ അങ്ങനെയൊക്കെ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ചിലവത് ശരിയാവും. പക്ഷെ ഹാൻഡിൽ ഇറ്റ് വൈസ്ലി. അതായത് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, നല്ല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളിടത്താണ് അറേഞ്ച് ആയാലും ലവ് മാരേജ് ആയാലും അതിൽ ഇതൊക്കെ. ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ ഒന്നും അറിയാത്ത, നമ്മൾ അവരെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ഒരാളെ നമ്മളാളാക്കി ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫീലുണ്ട്. അത് ഒരു പുതിയ ക്ലാസ്സിൽ ചെന്നിരുന്ന ഒരു കുട്ടിൻ്റെ പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ അടുത്തറിഞ്ഞ് പിന്നെ ക്ലോസ് ആയി വരുമ്പോൾ ഒരു ഫീല് ജസ്റ്റ് ഞാൻ അനുഭവിച്ചോണ്ട് പറയാം. ക്ലോസ് ആയി വരുന്ന ആ ടൈമിൽ ഉണ്ടാവുമോ ബദർ യുദ്ധത്തിനെക്കാളും വലിയ യുദ്ധങ്ങൾ. പിന്നെ നമ്മളതൊക്കെ എന്ത് ഫസ്റ്റ് കല്യാണം ഉറപ്പിയ സമയത്ത് ബദർ യുദ്ധം അല്ല, ഭയങ്കര അങ്ങോട്ട് രണ്ട് നാട്ടിലുള്ള ആൾക്കാര്, രണ്ട് രീതിയിൽ വളർന്ന ആൾക്കാര്. അതായത് അന്ന് പറഞ്ഞ പോലെ 90s കിഡ് 2K കിഡ്, അതിൻ്റെതായ ഇഷ്യൂസും ഞങ്ങൾക്ക് ഇടയിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ചു വന്ന ആ ഒരു കാലഘട്ടമല്ല ഇവള് പഠിച്ചു വന്ന ടൈം. വ്യൂ പോയിന്റേ അല്ലേ നിന്റെ വ്യൂ പോയിന്റ്. സത്യം, അത് ഇപ്പൊ ഇന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഫോണൊന്നും അങ്ങനെ ഫോൺ യൂസിങ് ഉണ്ട്, ഫോണുണ്ട്, പക്ഷെ അങ്ങനെ എന്താണ് ആൻഡ്രോയിഡ് ഫോൺസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ആ ടൈമിൽ പഠിച്ചു. പക്ഷെ ഇവർ പഠിച്ചപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്നുള്ള രൂപത്തിൽ ആ ടൈമിലൊക്കെ പഠിച്ച ആളാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഫസ്റ്റൊക്കെ അത് ഇങ്ങനെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾ ചോദ്യം ചെയ്യും ഇങ്ങനെ അതെന്താ ഇങ്ങനെ ആയാൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അതൊക്കെ നമ്മൾ പേഴ്സണലി ഇഷ്യൂസാണ്, അതൊന്നും നമ്മളിവിടെ പരസ്യപ്പെടുത്തണില്ല. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല എന്നല്ല, അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ പിണക്കങ്ങൾ കിടക്കണം. ഇപ്പം വീഡിയോ എടുക്കണതിന് മുന്നേ വരെ ഞങ്ങൾ നല്ലൊരു അടി കഴിഞ്ഞിട്ട്, നല്ല അടിയല്ല ചെറുതാണ്, അങ്ങനെ മീൻസ് അതിന്റെ റീസണാണ് കാര്യത്തിനാണ്. അത് ഞാൻ വേറൊരു ചോദ്യം ഉണ്ട്, ആ ചോദ്യത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഇന്ന് അടി കൂടിയത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അറേഞ്ച് മാരേജിനാണ്, പക്ക അറേഞ്ച് മാരേജിനാണ്. ബാക്കി കഥകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഫുൾ അന്ന് മാരേജ് ഡേ നടന്ന അന്ന് ഇവളെ വീട്ടിലേക്ക് പോയ, സർപ്രൈസ് കൊടുക്കാൻ പോയി, വണ്ടി കേടായി, കുടുങ്ങി, വിശന്ന് പണ്ടാറടങ്ങിയ കഥ വരെ അതിലുണ്ട്. എല്ലാവരും സമയമൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് കയറി കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എല്ലാവരും ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആയിഷ അലിയ ഇവളെ സിസ്റ്ററാണോ, നിങ്ങളെ സിബ്ലിങ്സ് ആരൊക്കെയെന്നൊക്കെ. അതായത് ഫാമിലി, അത് ശരിക്കും ഞങ്ങൾ സസ്പെൻസ് ആക്കി വെച്ചൊരു കാര്യമാണ്. ആയിഷ അലിയ ഇവളെ സിസ്റ്ററാണോ എന്നുള്ളത്. കാരണം ക്യുആനയിലൊക്കെ ഫാമിലി പിക്ക് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരെ നിന്റെ കസിന് ഐശ്വര്യക്ക് വരുന്ന പ്രപ്പോസൽസ് എനിക്ക് മെസ്സേജ് വരുമോ, ലിയനെ കല്യാണം നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ക്യുആനയിലൊക്കെ ഞാൻ എൻ്റെ ഫാമിലി പിക്ക് ഇടുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലി പിക്ക് ഇടും. അപ്പോൾ എല്ലാവരും ഇവളെ ഫാമിലി പിക്ക് ചോദിക്കും, അത് ഞാൻ ഇടൂല. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ റീസൺ.
അത് ആയിഷാലിയ ഇവിടെ സിസ്റ്റർ ആണോന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സസ്പെൻസ് ആക്കി വെച്ചതായിരുന്നു ആ സംഭവം. ഞങ്ങളിപ്പോൾ ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ആ സത്യം ഞങ്ങളിപ്പോൾ ഇവിടെ റിവീൽ ചെയ്യുന്നു. ആയിഷാലിയ സിസ്റ്റർ ആണോ? ആക്ച്വലി എൻ്റെ സിസ്റ്റർ അല്ല. അതിൻ്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെന്നല്ല. സ്റ്റോറി സംഭവം എൻ്റെ കമൻറ്റ് ബോക്സിലും അവളുടെ കമൻറ്റ് ബോക്സിലും പോയിട്ട് ഞങ്ങളെ എൻ്റെ കമൻറ്റ് ബോക്സിലും അവളുടെ കമൻറ്റ് ബോക്സിലും പോയിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മെൻഷൻ ചെയ്യാറുണ്ടായിരുന്ന ആൾക്കാർ. ലൈക്ക് ഞങ്ങളെ കാണാൻ സിമിലാരിറ്റീസ് ഉണ്ട്, അവിടെ ഇവിടെ ഏകദേശം ഒരേപോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്നെ മെൻഷൻ ചെയ്യും, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവളെ മെൻഷൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഫസ്റ്റ് തന്നെ ഓളറിയാം. എനിക്ക് 2 കുട്ടികളുണ്ട്, അതേപോലെ ഉണ്ട്, നല്ലപോലെ പറയും. എന്നിട്ട് എന്താ തെറ്റിച്ച് അങ്ങനെ എനിക്ക് ഓൾറെഡി ഓളെ അറിയാം. കാരണം ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഓൾ ചെയ്ത് തുടങ്ങിയത്. ഓളെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ടായിരുന്നു. അപ്പം ഇവൾക്കും ഇങ്ങനെ മെൻഷൻ ചെയ്ത് കണ്ടപ്പോൾ ഇവൾക്കും എൻ്റെ അക്കൗണ്ട് നോട്ടഡായി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവളെ റിക്വസ്റ്റ് എനിക്ക് വന്നിക്കണ്. അപ്പോൾ എനിക്ക് ഒരു കെടയായി. ഇവളിനോട് പറഞ്ഞു അച്ചുക്ക ആയിഷാലി എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് നോക്കുന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്ത് എന്നിട്ട് ഓൾക്ക് ഞാൻ അങ്ങോട്ടാണ് മെസ്സേജ് അയച്ചത്. ഞാൻ മെസ്സേജ് ഞങ്ങൾ തമ്മിൽ ആ ഒരു വൈബ് സെറ്റായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുണ്ടായ ഒരു സാധനമാണ് അങ്ങനത്തെ ഒരു വീഡിയോ. എന്തായാലും നമുക്ക് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നോക്കാം, നമുക്ക് രണ്ടാൾക്കും സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെ സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കണ്ടന്റ് പ്ലാൻ ചെയ്ത് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ സ്വന്തം അനിയത്തിയുണ്ടല്ലോ, ഓള് ഹോസ്റ്റലിലാണ്, ഓളെ എപ്പോഴെങ്കിലും ആണെന്ന് വരിക. അപ്പം എന്നോട് പറയും അപ്പം ഞാൻ അറിയണ എനിക്ക് ഒന്നാമത് പൊസസീവ്നെസ്സിൻ്റെ ആളാണ്, ഭയങ്കര പൊസസീവ്നെസ് ആണ് ഓൾക്ക്. ഓളെക്കാളും ഞാൻ ആരോടത്തും ഓവർ അറ്റാച്ച്ഡ് ആവുന്നതും ഫോട്ടോസ് ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പോൾ എന്നോട് പറയും ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് പുതിയ സിസ്റ്ററൊക്കെ ആയില്ലേ അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും ഐശാലി എൻ്റെ സിസ്റ്റർ അല്ല. ഇവൾക്കുള്ളത് ഉപ്പ ഉമ്മ ഒരു അനിയത്തി, അതായത് അവളെ ഉപ്പാക്കും ഉമ്മാക്കും 2 പെൺമക്കളാണ്. ഇവള് മൂത്തത് ഓള് നഴ്സിങ്ങിന് പഠിക്കുകയാണ്. എവിടെ പഠിക്കണ? അവള് മാർത്താണ്ഡം, അതായത് തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ അല്ലേ. അപ്പോൾ ഫിദ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. പിന്നെ എനിക്ക് ഉപ്പ ഉമ്മ 2 അനിയന്മാർ, ആദിൽ സൽമാൻ, ഹനാൻ സൽമാൻ, ഞാൻ അജ്മൽ സൽമാൻ. ആദിൽ സൽമാൻ ആരാന്ന് ചോദിക്കണ്ട, എൻ്റെ പല പേരല്ല. സൽമാൻ എന്നുള്ളത് എനിക്കിട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ തലമുറ എല്ലാവരും സൽമാൻ ആവണമെന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ആദിൽ അജ്മാലിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹനാന് +2. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ഇംഗ്ലീഷ് ഏരിയ വന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഈസ് യുവർ ദുബായ് ലൈഫ് ബെറ്റർ ദാൻ കേരള എന്ന് ഫസ്റ്റിനോടാണ് ചോദിച്ചിട്ടുള്ളത്. പറയൂ, ദുബായ് ആൻഡ് കേരള എന്താണ് എൻ്റെ? ഒന്നും പറയാനില്ല, പറയൂ. രണ്ട് ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഇതെന്താ, ഇവിടെ എന്താ പറയുക, നമ്മളെ ഫോക്കസ് ചെയ്യാൻ വെച്ചിട്ട് ആരുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്യാം, ഇഷ്ടമുള്ള പോലെ പോവാം, നടക്കാം. എന്താ പറയുക, ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ ഭയങ്കര ടെക്നോളജി കുറച്ചും കൂടി ഇവിടെ. ലൈക്ക് നാട്ടില് ഇപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു തൊരയാണ് ബസ്സിലൊക്കെ പോകുമ്പോൾ. ഇവിടെ ടാക്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്നലെ മിനിയാന്നിട്ട് ഇവളായിട്ട് എവിടേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവള് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ എന്നേറ്റ് മുണ്ടൂല. നമ്മൾ ടാക്സി കയറുമ്പോൾ ബാക്ക് സീറ്റിൽ ഞാനിവള് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ യാത്ര ഉണ്ട്, എന്തെങ്കിലും നടന്നില്ല. അതാ മറ്റേ നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ വിൻഡോ സീറ്റ് ഇരുന്നിട്ട് ആ പാട്ടും കെട്ടിയിരിക്കൂല, അതേപോലെ അതന്നെ. ഇവിടെ KSRTC ബസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എല്ലായിടത്തും അങ്ങനെ ഇരിക്കും. അപ്പൊ എന്താ ഞാൻ കാഴ്ച കാണാന്നുള്ളവർ അങ്ങനെ. അപ്പൊ ഇവിടുത്തെ ബസ്സിലൊക്കെ ഭയങ്കര തരയാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഇഷ്ടായിക്കണേ. പിന്നെ പകൽ സമയത്തൊക്കെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു ചടപ്പ്. നാട്ടിലാകുമ്പോൾ ഫ്രണ്ട്സുകളാണെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും,
അപ്പോൾ ഓരോ നമുക്ക് ജസ്റ്റ് കഫേയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവാം. അങ്ങനെ എന്താ പറയുക, അപ്പോൾ വണ്ടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഓരൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി എനിക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു റൂമിൻ്റെ ഉള്ളിലായപ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ഇതുണ്ട്. പക്ഷെ മാക്സിമം അജുക്ക് എന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. നമുക്ക് പോവാ പറഞ്ഞിട്ട്. ലൈക്ക് ഞാനാണ് ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന ആൾ. ഞാൻ ഇല്ല എന്ന് പറയുന്ന ആൾ ഞാനാണ്. എനിക്കാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭ്രാന്താണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ശല്യം ചെയ്യാൻ ഇഷ്ടമല്ല. അജുക്കാണെങ്കിൽ നമുക്ക് പോവാ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ? ഒരു മനുഷ്യൻ സാധാരണ ഉറങ്ങേണ്ട സമയം 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറാണ്. പോട്ടെ 8 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, വെറുതെ 10 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ, 12 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ 16-17 മണിക്കൂർ ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്താ ചെയ്യേണ്ടി? വെറുതെ ഇരിക്കുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഓക്കെ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഇവള് കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഇന്ന് ഞാൻ വന്നാലെങ്കിലും ഒന്ന് എണീക്കണ്ടേ? ഇത് മക്കള് ഇന്ന് തല്ലുണ്ടായത് അതിന് വേണ്ടിട്ട്. അതായത് രാവിലെ മുതലേ ഫുള്ള് ഉറക്കം. ഞാൻ പകരം ഉറങ്ങിയിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴും ആള് ഉറങ്ങുക. എന്നിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങൾ പോയിക്കണം അവിടുന്ന്, ഫസ്റ്റ് എണീക്ക്, നിങ്ങളൊന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ ചൂടാകുക. നമ്മളില്ല ഉറങ്ങി കിടക്കുന്ന ആളെ ഒരു മയത്തിലേക്ക് ഞാൻ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ പോയി കിടന്ന്. എന്നിട്ട് രാവിലെ ഇങ്ങനെ തന്നെ ഈ കുട്ടി തീരെ എണീക്കൂല. രാവിലെ ഞാൻ 10 മണിക്ക് ഡ്യൂട്ടിക്ക് പോവാ. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കും, നിസ്കരിക്കാൻ നിൽക്കൂല. അതൊക്കെ കഴിഞ്ഞിട്ടാ നീക്കേട്ടാ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുക. എന്നിട്ട് പോവാൻ നേരത്തെ ഞാൻ വിളിക്കും, ഫസ്റ്റ്. അപ്പോൾ ഓള് ഇങ്ങനെ കണ്ണുറക്കുക, അതെന്താണ് പറയും, ഞാൻ പോവാണ്, ഡോറടക്ക്. ഞാൻ അടച്ചോളാം. ഫസ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോകില്ല, ഈ കണ്ണ് തുറന്നിട്ടൊന്ന് നോക്കുന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്നിങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ പറയും, ഫസ്റ്റേ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് റൊമാൻറ്റിക്കായി നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ മറ്റേ നോട്ടില്ലേ ഒന്നങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നു, ഉറക്കത്തിലാണേ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് രണ്ടാളും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയെന്നുള്ളതാണ്. ഞങ്ങൾ തമ്മിൽ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എന്തുകൂടെ അതല്ല. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ എത്രയിലെന്ന് ആലോചിച്ചോക്ക്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവള് 4ാം ക്ലാസ്സിലൊക്കെ, 4ലോ 3ലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കൂട്ടാ, അതായത് നമ്മളിപ്പോൾ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് ഫസ്റ്റ് അഫെയർ. അപ്പൊ അതിന് മുന്നേ ഉള്ളതൊക്കെ അപ്പൊ അന്നൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്. പിന്നെ അല്ല, എനിക്ക് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് അഫെയർ ഉണ്ടാവുന്നത്. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അത് നീ എങ്ങനെ ആലോചിക്കുക, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടൊക്കെ എങ്ങനെ അഫെയർ തോന്നുന്നു റബ്ബേ. ആ കുട്ടിക്ക് അന്ന് 12 വയസ്സ് പ്രായമുള്ളൂ, എനിക്ക് എത്ര 17. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു, എന്ത് ചെറിയ കുട്ടീനാണല്ലേ റബ്ബേ ഞാൻ നോക്കണമെന്നൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് നോക്കുക, ഞാൻ ആ സമയത്ത് 17, എനിക്ക് 17 വയസ്സാകുമ്പോൾ ഇവൾക്കപ്പോൾ 10 വയസ്സെന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കാം, സ്വപ്നത്തിൽ പോലും, അതായത് എങ്ങനെ ചിന്തിച്ചാലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ഇതിലാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അത്ര 6-7 അല്ലേ, ഏകദേശം 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് മക്കളെ ക്വസ്റ്റ്യന്, ഞങ്ങൾക്ക് വന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ബേബി പ്ലാനിങ്. ഷെയ്ഖുനെ പറഞ്ഞോളി. ബേബി പ്ലാനിങ് ഇൻഷാ അല്ലാ ഇപ്പൊ ഞങ്ങളെങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ ഒന്ന് കര കയറി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷം, ഇൻഷാ അല്ലാ ഈ മാസം 1 വർഷം ആവുന്നു. അപ്പോൾ ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി സ്റ്റേബിളായിട്ട് മതി കുട്ടികൾ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ രണ്ടാളും. ഞാനല്ല, ഇവള്. അപ്പോൾ ഇൻഷാ അല്ലാ അധികം ലേറ്റ് ആക്കൂല, പടച്ചോന് കണക്കാക്കിയൊരു ടൈം വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ബേബി പ്ലാനിങ് എന്തായാലും ഞങ്ങളെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്.
അപ്പോൾ ഇവൾക്ക് ട്വിൻസ് വേണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഞാനിപ്പോൾ ഇനി എന്ത് ദിക്ര ചെല്ലാന്നുള്ള അറിയില്ല. അപ്പോൾ ഞാൻ അയച്ചരാ അത് 10 ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? 10 ഗ്രൂപ്പിൽ അയച്ചിട്ട് 10 വട്ടം ചൊല്ലിയാല് ട്വിൻസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പടച്ചോന് നമുക്കെല്ലാവർക്കും സ്വാലിഹത്തായ മക്കളെ തരട്ടെ. അപ്പോൾ അതാണ് ബേബി പ്ലാനിങ്. ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇപ്പോൾ കറന്റ്ലി അങ്ങനെ പ്ലാനിങ് ഇല്ല. പ്രഗ്നന്റ് ആണോ? അല്ല, തിന്നിട്ടുള്ള വയറല്ലാണ്ട് കുറേ ക്വസ്റ്റ്യനുകൾ. ഫസ്റ്റിന് പ്രഗ്നന്റ് ആണോ, ബേബി പ്ലാനിങ് ഉണ്ടോ, ഫസ്റ്റിനെ തടിച്ചല്ലോ, എന്ത് പ്രഗ്നന്റ് ആണോ? അപ്പോൾ ഇപ്പോൾ കറന്റ് പ്ലാനിങ് ഇല്ല. പക്ഷേ അൽഹംദുലില്ലാ പടച്ചോൻ തരാന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസിൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ടെന്നുള്ളതാണ്. എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ല പറയും. ഇപ്പോൾ എന്താ പറയപ്പോൾ ഇതിന് മുഖത്ത് നോക്കിയിട്ട്. ഫസിൻ്റെ ക്യാരക്ടറിൽ എനിക്കിഷ്ടമായത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇനി പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിർത്തും. ആകെ കിട്ടുന്ന എന്തെങ്കിലും ചെറിയ നല്ല കാര്യങ്ങളായിരിക്കും. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടും. അതുകൊണ്ട് പറഞ്ഞില്ല. ബട്ട് അൽഹംദുലില്ലാ ഐ ഹാവ് മൈ ലക്കി വൈഫ്. പിന്നെ വേറെ ഞങ്ങൾക്ക് വന്നൊരു ചോദ്യം, ഫസി ദുബായിക്ക് വന്നതിന് ശേഷം അജുക്കാക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ തോന്നിയ പോലെ ഡ്രസ് ഇട്ട് അടക്കലേന്ന്. ഇപ്പൊ ഡ്രസ്സിന് ഞാൻ പറയും ഇത് ഇതിൽക്ക് ഇടണ്ട. നോക്കി മക്കളെ, ഇതാണ് പോള സെലക്ഷൻ. നോക്കാം, ഇത് നിങ്ങളെ സ്വന്തം സെലക്ഷൻ. എന്റെ പേര് അറിയണ്ടേ? കാബൂളിവാലയിൽ ഇന്നസെന്റ് ജഗതി ഇട്ട് അടക്കുന്നത് അതേപോലത്തെ ഡ്രസ് ഇട്ട് ഇവള്. ഞാൻ 90s കിട്ടുക, എനിക്ക് വയസ്സായിക്കണ്. ഇവള് ഇത് ഇന്നെ കൊണ്ട് മറ്റേ വേഷം കെട്ടിക്കാണ്. ഇത് നിങ്ങളെ സെലക്ഷനാണ്, ഇത് എന്റെ സെലക്ഷൻ. ഇത് എന്റെ തല കെട്ടി വെക്കണ്ട. ഇത് എന്താ നല്ല കരിമ്പച്ച പാൻറിൽക്ക് നല്ല കരിനീല ഷർട്ടിട്ടു. അതൊക്കെ തന്തവരുമാണ്. അതാണ് ഇപ്പൊ വന്ന മാറ്റം. ഇത് മാറ്റൽ അടിച്ചേൽപ്പിക്കാണ് ഇവളെ ചിന്താഗതി. ഇവളെ ചിന്താഗതി എന്റെ മൈൻഡിൽ അടിച്ചേൽപ്പിക്കണം. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഭാര്യ കേൾക്കണമെങ്കിൽ ഭാര്യ പറയുന്ന കുറച്ചൊക്കെ ഭർത്താവും എന്താ കേൾക്കണേ? അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കുന്ന പറഞ്ഞാൽ ഓഫ് ആക്കൂല. നിങ്ങൾ എന്റെ അടുത്ത് വെള്ളം എടുത്തരാ പറഞ്ഞാ വെള്ളം എടുത്ത് തന്നില്ലേ? ഓ, അത് എന്തോ ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നപ്പോ തല്ല് തുടങ്ങി കഴിഞ്ഞാല് നിങ്ങളത് കാണണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തല്ലു വിടണില്ല. ഓക്കെ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, ഫസി ഉണ്ടാക്കിയ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ത്, ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് എന്നുള്ളത്. സത്യം പറയാലോ, എനിക്ക് ഇവിടെ അങ്ങനെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഇല്ല. ഞാൻ പൊതുവെ അങ്ങനെ, ഞാൻ ഫുഡി ആണെങ്കിലും ഇങ്ങനെ ഹോംലി ഫുഡിൽ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം, ഹോംലി ഫുഡാണ് താല്പര്യം. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ, ഞാൻ മുന്നേ പറഞ്ഞു, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ചുക്ക, വല്യമ്മ ഉണ്ടാക്കുന്ന മുളക് ചുട്ട ചമ്മന്തി, അതൊക്കെ എനിക്കിഷ്ടം. അത് ഇവരാരും ഉണ്ടാക്കിയാൽ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ വല്യമ്മ ഉണ്ടാക്കണം. പിന്നെ അതുകൊണ്ട് നമുക്ക് സുഖമായില്ല. നാട്ടിയരവ് ഞാൻ ഉമ്മടുത്ത് പറയും, ഉമ്മ ചിക്കൻ വന്നിട്ടുണ്ടാ ചിക്കൻ ചുക്ക ഉണ്ടാക്കിക്കോ, നമുക്ക് പണിയില്ല. ഞാൻ ഇതുവരെ ഇവളോട് ഫസി എനിക്കത് കഴിക്കാൻ പുതിയ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്നുള്ളത് ഞാൻ ഇതുവരെ അവളോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അവള് നോർമലി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം അങ്ങനെ മോശമായിട്ട്. പക്ഷെ ഇവള് നന്നായിട്ട് ചെമ്മീൻ ബിരിയാണി, അങ്ങനെ ഫിഷ് ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കൂല. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ കഴിച്ച ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിഷ് കഴിക്കാത്തോണ്ട് ചെമ്മീൻ പൊരിച്ച കഴിക്കൂല, പിന്നെ എന്താ ബിരിയാണി ഉണ്ടാക്കി കഴിക്കും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എല്ലാവരും എൻ്റെ തറവാട്ടിലുള്ളവരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവളെ ഫിഷ് ബിരിയാണി ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഫിഷ് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇവളെ കോണ്ടാക്ട് ചെയ്യും. ഇവിടെ നന്നായിട്ടുണ്ടാക്കില്ല. ഇനി ഇൻഷാ അല്ലാ എല്ലാവരും എൻ്റെ അനിയൻ്റെ കല്യാണം വരുന്നുണ്ട്. എല്ലാരെയും വിളിക്കണ്ട, എല്ലാരും വരുന്നുണ്ടെന്നല്ല, നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ പെണ്ണൊന്നും സെറ്റ് ആയിട്ടില്ല, പക്ഷെ കല്യാണം വിളിച്ചിട്ടുണ്ട്. ഡെയിലി നടക്കുന്നുണ്ട്, ഡെയിലി നടക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. ഇവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവനക്ക് കാര്യം ശരിയാവാനും വേണ്ടിയിട്ട്. കാരണം ഒരു കൂട്ടിനൊരാള്, പിന്നെ കല്യാണത്തിന് മെയിൻ ആവണം എന്നൊക്കെ പറയാം.
എനിക്കിഷ്ടാണ് ലൈക്ക് ഒരാളും കൂടെ വരികയാണ് ഇങ്ങനത്തെ കുട്ടിയാണെന്നൊന്നും അറിയില്ല. വന്നാലേ രണ്ടും കൂടി തല്ലാ ബാബു. ഓ അതാണ്. ഇല്ല ഞാൻ തല്ലുകൂടൊന്നുമില്ല. അപ്പോ അന്ന് ഇവളെ ഭണ്ടാരിയായിട്ട് നമുക്ക് ഇവളെ ഫിക്സ് ചെയ്യാം. ഈ മെയിനാവുള്ളതാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് കണ്ണേറിൽ വിശ്വാസം ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളെപ്പോഴും ഹാപ്പിയാണ് സന്തോഷത്തിലാണെന്ന് കാണിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല നല്ല ഒരു നമ്മളെ കാണുന്നവർ വിചാരിക്കും ഒരു ഭയങ്കര സെറ്റപ്പിലാണ് ജീവിക്കുന്നതെന്നൊക്കെ, അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പിന്നെ നമ്മളെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഗ്രോത്താണ്. അതായത് നമ്മളെ വീഡിയോസിൻ്റെ വ്യൂസ് ആയാലും നമുക്ക് ഫോളോവേഴ്സ് കുറവാണെങ്കിൽ അത്യാവശ്യം റീച്ച് ഉണ്ട്. അത് നിങ്ങളെല്ലാവരും ഞങ്ങൾ കൊളാബ് ചെയ്ത് ഇടുന്നോണ്ടാ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഫോളോവേഴ്സ് നമ്മളങ്ങനെ എന്താണ് അങ്ങനെ ഫോളോവേഴ്സിന്റെ കണക്കുകൾ ഫോക്കസ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ 100 കൂട്ടം വഴികളുണ്ട് ഫോളോവേഴ്സ് കൂട്ടാനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ വ്യൂസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. ഞങ്ങൾ എപ്പോഴും ഫോളോവേഴ്സിന്റെ കോളത്തിനടുക്ക് നമ്മളിങ്ങനെ ഒരു 30K 20K 40K അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മള് സ്റ്റാറ്റസ് വെക്കുന്നല്ലാതെ അതിന്റെ ഗ്രോത്ത് ഇങ്ങനെ വരുന്നത് നമ്മൾ വ്യൂസ് നമ്മൾ മെയിനായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എപ്പോഴും. നമ്മളെ പ്രൊമോഷൻസ് ചെയ്യാനായാലും പ്രൊമോഷൻസ് വരുമ്പോൾ നമ്മൾ അവരോടും പറഞ്ഞത് നമുക്ക് ഫോളോവേഴ്സ് കുറവായിരിക്കും പക്ഷെ റീച്ച് ഉണ്ട് എന്നാണ് നമ്മൾ അവരോട്. അതാണ് ഞങ്ങളെ പൊതുവെ എല്ലാവരും എന്താണ് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നാണ് പറയുക, മുന്നോട്ട് വെക്കുക. പക്ഷെ ഞങ്ങൾ റീച്ചിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനൊരു പെട്ടെന്നുള്ളൊരു ഈ ഉയർച്ചയ്ക്ക് ഒരു താഴ്ച ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ. അപ്പോൾ കണ്ണേറിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്കത് പലവട്ടം തട്ടിയിട്ടുണ്ട് എന്ന് വിശ്വാസം. പക്ഷേ ഞാൻ എപ്പോഴും ഇവൾക്കിപ്പോൾ എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ച കാര്യം നടക്കാതായി കഴിഞ്ഞാൽ ഞാനായിട്ട് ഇവളാണ് ചോദിക്കുക നമുക്ക് കണ്ണീർ തട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ റബ്ബുള്ളി ഉണ്ടോ. പിന്നെ അതിൽ ഇപ്പോൾ നബിക്കായാലും കണ്ണീർ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണീർ നമ്മളെ മരണത്തിലേക്ക് വരെ നയിക്കും എന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ റബ്ബിൽ വിശ്വസിക്കുന്നുണ്ട്. പടച്ചോന് കണ്ണീർ തൊട്ടൊക്കെ നിങ്ങളെയൊക്കെ കാക്കട്ടെ, എല്ലാവരെയും കാക്കട്ടെ. ഒരു ദുആ ചെയ്യുക. അതായത് നമ്മളെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ നല്ലതിന് വേണ്ടി ദുആ ചെയ്യുക എല്ലാവരും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ കണ്ണീറിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസമുണ്ട്. പക്ഷേ പടച്ചോൻ കാവലുണ്ടെന്ന് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചുള്ളത് എന്താണ് ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. നിങ്ങളെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ട്? പ്ലാൻസ് ഒക്കെ ഉണ്ട്, എല്ലാ ആൾക്കാർക്കും ഓരോ പ്ലാൻസ് ഉണ്ടാവും. അതുപോലെ ഞങ്ങൾക്കും ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ട് ഇൻഷാ അല്ലാ. കാരണം ഇപ്പം അജുക്കാണെങ്കിൽ ആ വീട്ടിലത്തെ ആദ്യത്തെ മോനാണ്, ഞാൻ എൻ്റെ വീട്ടിലത്തെ 2 പെൺകുട്ടികളും മൂത്ത കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങളേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരു സക്സസിലേക്ക് എത്തുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ബേസിക്കല് നിൽക്കണുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം. ഇപ്പോൾ നമ്മളെ ഇങ്ങനെ ഗ്രോത്ത് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ്. ഉമ്മയൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മക്കളെ വീഡിയോസ് കണ്ടിരുന്നിട്ട് നല്ല അടിപൊളിയാണ്. അപ്പം ഉമ്മ ഇങ്ങനെ പറയും അവർ പറഞ്ഞു ഇവർ. അപ്പം ഉമ്മാക്കും ഭയങ്കര സന്തോഷം. അപ്പം ഉമ്മ ഇങ്ങനെ ഓരോ ആഗ്രഹം ഇങ്ങനെ പറയും, നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ ഇതാക്കണം, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ. അപ്പം ഇൻഷാ അല്ലാ എല്ലാം നടന്നിട്ട് പറയാം, അതല്ല അതിന്റെ രസം. അതാണ് എല്ലാം നടന്നിട്ട് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട്. ഞങ്ങളിങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളെ ഓരോ പ്ലാനിന് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ പടച്ചോന് നമ്മളെ ദുആ കേൾക്കട്ടെ. പടച്ചോന് കണക്കാക്കിയ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മളെ മാവും പൂക്കട്ടെ. ഇത്രേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലെങ്ത് കൂടി എന്നുള്ളത് തോന്നുന്നു. അവരിരുന്ന് കാണട്ടെ, നിങ്ങളിരുന്ന് കാണണം. ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവള് റേഡിയോ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക.
മൈ ഗോഡ്, ഞാൻ അല്ലേ? സംസാരിച്ചിട്ടില്ലേ? ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടില്ലേ? അല്ല, നിങ്ങൾ കമന്റ് ഞാനാണ് ചെയ്ത ഏറ്റവും കൂടുതൽ സംസാരിക്കണേ. ഞാൻ സംസാരിച്ചിട്ടില്ലേ? Like, അല്ല, ഞാൻ മെയിൻ എനിക്ക് പോയിന്റ്സ് എന്നോട് തല്ലുവിടുമ്പോ 100 നാവാലോ. ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമേ പറയുള്ളൂ. ആ, അപ്പോൾ ഇവൾക്ക് ഒന്നാമത് പനി, തൊണ്ടവേദന, കോൾഡൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാന്നുണ്ടെങ്കിൽ എന്നാലും കുറവൊന്നുമില്ല. എൻ്റെ കാര്യമില്ല, ഞാനല്ല അനുഭവിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ. പെട്ടെന്നൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ഇപ്പോൾ സമയം പക്ഷെ ഫുള്ള് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. മക്കളെ 1 മണി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ 1 മണി ആയിട്ടുള്ളൂ. അനക്ക് രാവിലെ കിടന്ന് ഉറങ്ങി, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ്, നമ്മളെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വ്യൂസും ഫോളോവേഴ്സും കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് ഒരാളെ കണ്ടിട്ടോ, നിങ്ങൾ വ്ളോഗ്സൊക്കെ കാണാറ്, എന്നോട് പറയാം നിങ്ങൾ വ്ളോഗ്സൊക്കെ കാണാറുണ്ട് കേട്ടോ, അടിപൊളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ താങ്ക് യു എന്ന് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആ പറഞ്ഞ ഫ്ലോ തന്നെ, നിങ്ങൾ വ്ളോഗ്സൊക്കെ കാണാറുണ്ട്, നിങ്ങൾ വീഡിയോസൊക്കെ അടിപൊളി കേട്ടോ, പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ ഒരു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഈ സപ്പോർട്ട് മതി. സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്നേഹം ഒന്നും ഉണ്ടാവുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെങ്കിലും. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.